ഇവിടുന്ന് കഴിക്കാൻ പോണത് വെജ് ചൗമീനാണ്. 60 രൂപയാണ്. സൂപ്പ് ഉണ്ട്, അതുപോലെ ചട്ടിനി ഉണ്ട്, പിന്നെ ചൗമീനും. കഴിച്ചോക്കട്ടെ. നല്ലതാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത് പോണത് ഇന്ത്യ ചൈന ബോർഡറിലേക്കാണ് കേട്ടോ. അതിന് പെർമിറ്റ് വേണം. ഒരാൾക്ക് 200 രൂപയാണ് അതിനുള്ള ചെലവ്. അപ്പോൾ ഈ ഹോം സ്റ്റേയിലുള്ളവര് പെർമിറ്റ് ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ പോവുകയാണ്. ഒരു 45 കിലോമീറ്ററോളം പോകാനുണ്ട് അങ്ങോട്ട്. ഈ മരങ്ങളെ കണ്ടില്ലേ, ഫുള്ള് പായല് പിടിച്ച് വേറൊരു ടൈപ്പ് മരങ്ങളാണ്. അയ്യോ 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 അയ്യോ, വളരെ വളരെ മോശമാണ്. അവിടെ ഒരു ഹനുമാന്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ അപ്പുറത്ത് വലിയൊരു മല ഉണ്ട്. ആ മലയിൽ ഹനുമാന്റെ മുഖം കാണാം. ഇത് കണ്ടില്ലേ, ഇതൊരു ഹനുമാന്റെ മുഖമാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, ഈ മലയിലാണ് കേട്ടോ അത് കാണാൻ പറ്റിയ ഹനുമാന്റെ അമ്പലത്തിലുള്ള വിഗ്രഹം കേട്ടോ അത്. ഇവിടേക്ക് വരുമ്പോൾ റോഡൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. ഫുള്ള് ഓഫ് റോഡാണ്. പിന്നെ മരങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ പായലൊക്കെ പിടിച്ച് നിൽക്കുന്ന സൈസ് മരങ്ങളാണ്. ഫുള്ള് ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ്, ആ ഒരു ടൈപ്പ് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ എന്താ രസമെന്നോ. മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. താഴത്തുനിന്ന് മെച്ചുക്കേന്ന് കയറി വന്ന് കുറെ ദൂരം വരുമ്പോ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അവിടെ നമ്മളെടുത്ത പെർമിറ്റും അതുപോലെ ആധാറും കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ഇത് നോക്കിയിട്ട് പിന്നെ അവിടുന്ന് കടത്തി വിടും. അങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ വരാം. പെർമിറ്റ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരല് ബുദ്ധിമുട്ടാണ്, പറ്റൂല. കാരണം ചെക്ക് പോയിന്റ് ഉണ്ട്, അവിടെ ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. ഒരിക്കലും വരാൻ കഴിയൂല. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. മഞ്ഞുമലകളൊക്കെ മുകളിൽ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. പിന്നെ അരുവികൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് വേണം വരാന്. പിന്നെ ഏത് വണ്ടിയും പറ്റൂട്ടോ, ചെറിയ വണ്ടിയോ അങ്ങനെ ഒന്നുമില്ല, ഏത് വണ്ടിയും പറ്റും. ഞാനും പാഷൻ പ്രോ ആണല്ലോ, ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഏത് സ്ഥലങ്ങളിൽ കൂടി ഏത് വണ്ടി ഉപയോഗിച്ച് യാത്ര ചെയ്യാം. അത് ഓരോരുത്തരെ മനസ്സിൻ്റെതാണ്. അവനാനുള്ള വണ്ടി കൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. മരങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള മരങ്ങളാണ്. ഇവിടുന്ന് മാത്രമാണ് ഇപ്പൊ ഈ ഒരു തരം മരങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഫുള്ള് ഹില്ല് ഏരിയ ആണ്, ഒരുപാട് ഹൈറ്റിലാണിത്. അപ്പോൾ അവിടെ കാണുന്ന മരങ്ങളൊക്കെ ഒരു വ്യത്യസ്ത തരം മരങ്ങളാണ്. ഒരു പായല് പോലെയൊക്കെ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു തരം മരമാണ്. ഓഫ് റോഡിലൊക്കെ ചാടി ചാടി ഇങ്ങനെ വരണം. നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടങ്ങളും ഇതുപോലത്തെ പാലങ്ങളും ഒരുപാടുണ്ട്. ഇതൊക്കെ കടന്നു വേണം പോവാനായിട്ട്. മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ നല്ല ഫുള്ള് സ്നോ വന്ന് കിടക്കണം അവിടെ. നല്ല രീതിക്ക് മഞ്ഞ വീഴ്ച ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, മഴ പെയ്യണ മാതിരിയാണ് മഞ്ഞ് വീണത്. ഓ, ഭയങ്കര സംഭവം കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ് ഇവിടെ. വരുന്ന വഴിക്കൊക്കെ ഫുള്ള് മഞ്ഞ് കെട്ടത് കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് കിടക്കാണ്. ഇതാ താഴെ കാണുന്നതൊക്കെ മഞ്ഞാണ്. ചൈന ബോർഡറിലാണ് കേട്ടോ. കുറച്ചും കൂടി ദൂരം യാത്ര ചെയ്യാനുള്ളൂ, എന്നാ പിന്നെ ചൈനന്റെ ബോർഡറിലെത്തി. അങ്ങനെ നല്ലൊരു മഞ്ഞ് വീഴ്ച കണ്ട് ആസ്വദിക്കാൻ പറ്റിട്ടോ. കണ്ടില്ല, ഫുള്ള് മഞ്ഞാണ് വരുന്നത്. വാഹനം ഓടിച്ച് വരാൻ പറ്റിയ ലാസ്റ്റ് ചെക്ക് പോയിന്റ് ആട്ടോ അത്. ഇതുവരെ വരാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഇവിടെ സ്റ്റോപ്പ് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നടന്ന് പോണം. ഏറ്റവും മുകളിൽ വന്നാൽ കാണുന്ന കാഴ്ച ഇതാട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ട് അവിടെ. കണ്ടില്ലേ, മഞ്ഞ് മൂടി കിടക്കണം മലകളിലൊക്കെ.
ഇതുണ്ടല്ലേ മഞ്ഞ് ഇപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നഷ്ടം പോലെ മഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല തണുപ്പാട്ടോ. ചുറ്റിലും നോക്കിയാൽ ഈ ഒരു കാഴ്ചകളാണ് കാണാൻ പറ്റുക. അങ്ങനെ മെച്ചുക്കയിൽ വന്നിട്ട് ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് വന്നിട്ടോ. ഇന്ത്യ ചൈന ബോർഡറിന്റെ അവിടെ കണ്ടില്ലേ മഞ്ഞൊക്കെ നല്ല രീതിക്ക് മഞ്ഞുണ്ട്. ഓ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാലോ. ഇവിടെ കുറെ ആർമിക്കാരതാണ്, കുറെ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല മഞ്ഞ് വീഴ്ച കേട്ടോ. അപ്പൊ നല്ല ശക്തമായ മഞ്ഞ് വീഴ്ചയാണ് കാണുന്നത്. സ്നോഫോൾ എന്ന് പറഞ്ഞ ഭയങ്കര സ്നോഫോൾ ആട്ടോ. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്താന്നോ മഴ പെയ്യാന്ന് പറഞ്ഞാൽ മഴ പെയ്യാണ്, ശക്തമായ മഴ പെയ്യണ പോലെയാണ് സ്നോഫോള്. ഓ അതിന്റെ മുകളിൽ നിന്നാട്ടോ ഇറങ്ങി വരുന്നത്. ആളുകളൊക്കെ നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് സ്നോഫോളൊക്കെ ആസ്വദിച്ച് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. മഞ്ഞ് കണ്ടില്ലേ, ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ് മലകൾ മൊത്തം. പോരാത്തത് മഴ പെയ്യുന്ന പോലെ മഞ്ഞ് വീഴ്ചയാണ്. കണ്ടില്ലേ, സ്നോഫോൾ എന്ന് പറഞ്ഞ ഇതാണ് അപാരമായ സ്നോഫോളാട്ടോ. ചൈന ഇന്ത്യ ബോർഡറാണ്. ഇവിടെ ഒരു അരുവി ഉണ്ട് കേട്ടോ. എന്താ തെളിഞ്ഞ വെള്ളമാണ്. അപ്പുറത്തൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. അങ്ങേ ഭാഗത്തേക്കായിട്ട് ഇതിൽ നടക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ലിപ്പായി പോവും. പിന്നെ കാലൊക്കെ മഞ്ഞിൽ കൊണ്ട് പൂണ്ടു പോവും. അങ്ങനത്തെ ഒക്കെ ഇതാണ്. ആഴണ്ടോന്നും അറിയില്ല, ചിലപ്പോൾ നന്നായിട്ട് അടിയിക്ക് പോവും.